ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റെസിപ്പി വീഡിയോ ആണ്. ഒരു ചെമ്മീൻ പത്തിലിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ട് അതിന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു 10-15 ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരുംജീരകം അതും കൂടി ആഡ് ചെയ്ത് നല്ലോണം അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇവിടുന്ന് കുക്കാവട്ടെ. അതിനിടയിൽ നമ്മൾ ചെമ്മീൻ മഞ്ഞൾ, ഉപ്പ്, മുളക് ഇതൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീൻ പത്തിലിൻ്റെ റെസിപ്പി ആണല്ലോ, ചെമ്മീൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് അത് അപ്പുറത്തടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാൽ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് മൊത്തത്തിലങ്ങ് വല്ലാത്തൊരു ബ്രൗൺ ആയിപ്പോവും. അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീനും അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങയും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലതാ, ഈ ഒരു കളറാകുമ്പോഴേക്ക്, ഈ ഒരു പരിവാകുമ്പോഴേക്ക് നമ്മൾ അത് കോരി മാറ്റി വെക്കണം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. കണ്ടില്ല, ബാക്കിയുള്ള ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും കട്ട് ചെയ്തിട്ട് ആ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ലോണം വഴറ്റിയെടുക്കണം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വഴറ്റിയെടുക്കാം. അതിന് ഇടയിൽ നമ്മുടെ കൊഞ്ചൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് എടുത്ത് കോരി മാറ്റി വെക്കണം. അപ്പോൾ അതിനുശേഷം നമ്മുടെ മസാലയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ചനോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മസാലയിലോട്ട് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏകദേശം നല്ലോണം വഴന്നതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഏകദേശം ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ആ മസാലയിലോട്ട് ആഡ് ചെയ്തിട്ട് മിക്സിയൊക്കെ ഒന്ന് കഴുകിയൊന്ന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലോണം അത് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ചെറുങ്ങനെ അതാക്കണ്ടില്ലേ, സൈഡിലൊക്കെ ചെറിയൊരു തിള വരുന്ന ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഇത് മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് ടൈമിൽ നമ്മുടെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് എന്താ പറയുക, അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മസാല കേട്ടോ, തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചെമ്മീൻ മസാല. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിലിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിൽ പരത്തിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളൊരു വാഴൻ്റെ ഇലയിൽ നെയ്യ് തടവിയതിന് ശേഷം ഓരോ ബൗളായിട്ട് ഇങ്ങനെ വലിയ ഉണ്ടയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കണം. അധികം തിക്നെസ് ആയിട്ടുള്ളൊരു പത്തിലാക്കി എടുക്കരുത്. കുറച്ച് തിക്നെസ് കുറച്ചിട്ട് അത്യാവശ്യം ഒരു എന്താ പറയുക, വല്ലാണ്ട് കുറക്കണ്ട, എന്നാലും ഈ ഒരു പരുവത്തിൽ പരത്തിയെടുക്കുക. വീണ്ടും വേറൊരു പത്തിലും കൂടി, ഒരു പത്തിലെന്ന് പറയുന്നത് 2 പത്തിലും കൂടി ഒരുമിച്ച് വെക്കുന്നതാണല്ലോ ഫില്ലിങ്ങിൽ ഇതിൻ്റെ മസാലയും കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ 2 പത്തിൽ ഇങ്ങനെ നല്ലോണം പരത്തിയെടുക്കുക കേട്ടോ. അധികം കട്ടിയുള്ള പത്തിലാക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതൽ മാവായി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. ഏകദേശം നല്ലോണം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫില്ലിങ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ മസാല ഫില്ല് ചെയ്യാം.
നോക്കണം. അല്ലാണ്ട് കുറച്ച് മസാല ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ മാവും കുറച്ച് മസാലയാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ മറ്റേ പരത്തി വെച്ച പത്തിൽ ഇങ്ങോട്ടേക്ക് കമിഴ്ത്തി വെക്കുക. എന്നിട്ട് കണ്ടില്ലേ ആ ഒരു അടയാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് കൊടുത്തിട്ട് തന്നെ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഒരു 2-3 പത്തിൽ ആവിച്ചെമ്പിൽ ആവി കയറ്റിയെടുക്കുകയാണല്ലോ. അങ്ങനെ ആവി കയറ്റിയിട്ട് നമ്മൾ പത്തിലൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പത്തിൽ ചെമ്മീൻ വെച്ച പുറത്തെ പത്തിൽ എന്ന് പറയും, ചെമ്മീൻ പത്തിൽ എന്നും പറയും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി മസാല തന്നെയാണ്, നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യം പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് ഓൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.